കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നമസ്കാരം. മലയാളികൾ മാത്രം അനുഭവിക്കേണ്ടി വരുന്ന സവിശേഷമായ ചില നൂലാമാലകളുണ്ട്. അതിലൊന്നാണ് വൈദ്യുതി വിതരണം. അത് ശരിയാ. ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 2 രൂപയിൽ അധികം തൊഴിലാളി വിഹിതം കൊടുക്കേണ്ട ഏക സംസ്ഥാനം കേരളമാണ്. 10ാം ക്ലാസ് തോൽക്കുന്നവർക്ക് മാത്രം വർക്കറായി ജോലിക്ക് കയറാൻ കഴിയുകയും അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ. അങ്ങനെ KSEB മുതലാളിമാർ പറയുന്നത് പോലെ കാശ് കൊടുക്കുന്ന പാവം മലയാളി ജീവിക്കണം. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. പലതരത്തിൽ KSEB ഉപഭോക്താക്കളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ ചൂഷണം അവരുടെ ഇലക്ട്രിസിറ്റി ബില്ല് തന്നെയാണ്. നാടിന്റെ ഓഫീസിലെത്തിയ ഈ മാസത്തെ ബില്ലാണിത്. ഞങ്ങൾ അടയ്ക്കുന്ന ഏതാണ്ട് 6500-ലധികം രൂപ കൂടുതലാണ്. ഡ്യൂട്ടി 10% ഓഫ് ഇലക്ട്രിസിറ്റി ചാർജ് 2417 രൂപ. ഫ്യൂവൽ സർചാർജ് 235.17. ഫിക്സഡ് ചാർജ് 2700. എന്താണ് ഈ ഫിക്സഡ് ചാർജ് എന്ന് ആർക്കും പിടികിട്ടിട്ടില്ല. ഒരു ക്ലൂ തരാമോ? ഓട്ടോ റിക്കവറി എന്ന പേരിൽ 261.30 പോയിന്റ് മറ്റൊരു ചാർജ് കൂടിയുണ്ട്. റൗണ്ട് ഓഫ് എന്ന പേരിൽ 25 പൈസയും. അങ്ങനെ 29,784 രൂപ. ആനുവൽ ACD എന്ന പേരിൽ ഒരു 896 കൂടി ചേർത്തിരിക്കുന്നു. ഇത് തീർന്നില്ലേ? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ താമസിക്കുന്ന സക്കീറിന്റെ വീട്ടിൽ KSEB ഉദ്യോഗസ്ഥർ മീറ്റർ റീഡിംഗ് എടുക്കാൻ വന്നപ്പോൾ സക്കീർ ഉണ്ടായിരുന്നു. 28,874 എന്ന് കാണുന്നു. സക്കീർ മീറ്റർ എടുത്തു നോക്കിയപ്പോൾ 28,778 യൂണിറ്റ് മാത്രം. എന്ന് വെച്ചാൽ 100 യൂണിറ്റിലധികം വ്യത്യാസമുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഒരു മാറ്റം ഇല്ല. സക്കീർ ഞെട്ടിപ്പോയി. അപ്പോൾ തന്നെ KSEB വിളിച്ചു. KSEB-ക്കാർ വന്ന് പരിശോധിച്ചിട്ട് പുതിയ ബില്ല് കൊടുത്തു. 1,751 രൂപ 1000-ൽ താഴെയായി. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. 800 രൂപയാണ് സക്കീറിന് ലാഭമായത്. അതായത് പകുതിയോളം ബില്ല് കുറഞ്ഞു. ഇത്തരത്തിലുള്ള കൊള്ളയും KSEB നടത്തുന്നു എന്ന് തീർച്ച. ഓഹോ, അങ്ങനെയാണല്ലേ? ഇതങ്ങനെയല്ലേ? ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? ബില്ലെടുക്കാൻ വരുമ്പോൾ കൃത്യമായാണോ ബില്ല് ഈടാക്കുന്നത് എന്ന് നോക്കുക. മീറ്റർ റീഡിങ്ങും ബില്ലിലെ റീഡിങ്ങും ഒന്ന് തന്നെയാണോ എന്ന് പരിശോധിക്കുക. മീറ്റർ റീഡിങ്ങിലെ ഇംഗ്ലീഷ് മാറ്റി മലയാളത്തിലാക്കി തരണമെന്നും ഓരോന്നും എന്താണെന്നും അറിയാൻ ആഗ്രഹമുണ്ടെന്നും പറയുക. അങ്ങനെ ജനങ്ങൾ ഒരുമിച്ചിറങ്ങിയാൽ അവസാനിക്കുന്നതേ ഉള്ളൂ KSEB-യുടെ അഹന്ത. അയ്യോ, കാര്യമില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ